നമുക്ക് ആർക്കും ആരെക്കുറിച്ചും ഒരു എന്താ പറയുക മുൻകൂട്ടി ഒരു ധാരണയ്ക്കുള്ള സാധ്യതകളില്ല. ഈ പറഞ്ഞ പോലെ പലർക്കും പല അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക? അതൊക്കെ ഈ രോഗം പുറത്തു വരുമ്പോഴല്ലേ അറിയുള്ളൂ. പാർട്ടി ഒരു വിശാലമായുള്ള സമീപനം സ്വീകരിച്ചു. കഴിഞ്ഞ ഇലക്ഷനിൽ നല്ലൊരു ചെറുപ്പക്കാരനാണ്, ഭാവിയുള്ള ഒരാളാണ്. അങ്ങനെ വ്യക്തിയെ നിയമസഭയിൽ എത്തിക്കണം എന്ന് പാർട്ടിയുടെ ഒരു വികാരമായിരുന്നു. അതനുസരിച്ചാണ് പാർട്ടി അന്ന് ആ തീരുമാനമെടുത്തത്. അന്നത്തെ സാഹചര്യത്തിൽ ആ തീരുമാനം ശരിയായി. പക്ഷേ ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ ഉണ്ടാവുന്ന ആരും പ്രതീക്ഷിച്ചല്ല. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ പോലും ഇങ്ങനത്തെ ഒരു സീൻ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ പ്രതീക്ഷിക്കാതെ ചില സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനെ സാഹചര്യങ്ങൾക്കനുസരിച്ച് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണല്ലോ ഒരു നയം. അന്ന് എടുത്തൊരു തീരുമാനം കൂടുതൽ ചെറുപ്പക്കാർ ഈ ഫീൽഡിലേക്ക് വരണം. നമ്മളൊക്കെ എന്താ പറയേണ്ടത്, ഒരു ഘട്ടം കഴിയുമ്പോൾ എല്ലാവരും മാറിയേണ്ടി വരുമല്ലോ. അപ്പോൾ അതിന് പകരം പുതിയ ആളുകൾ വരണം. അതിൻ്റെ ഒരു പ്രോത്സാഹനം എന്നുള്ള നിലയ്ക്കാണ് കഴിഞ്ഞ ഇലക്ഷനിൽ ഇങ്ങനെ തീരുമാനം പാർട്ടി എടുത്തത്. അത് സതുദ്ദേശത്തോടെ പാർട്ടി എടുത്ത തീരുമാനം. പക്ഷെ അതിന് ഇങ്ങനൊരു പരിണാമം ഉണ്ടാവും എന്നാരും പ്രതീക്ഷിച്ചതല്ല. ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം കോൺഗ്രസ് ഭയക്കുന്നുണ്ടോ? അതിൽ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ BJPയുടെ MLA വേണമെന്ന് LDFന് നിർബന്ധമില്ലെങ്കിൽ BJP ജയിക്കാൻ പോകുന്നില്ല. പാലക്കാട് ജയിക്കില്ല. പക്ഷെ സത്യം പറഞ്ഞാൽ ഇനി ഇലക്ഷൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം. ഇനി അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയാൽ ഏതായാലും ഉചിതമായിട്ട് തീരുമാനം പാർട്ടി എടുക്കും. ബൈ ഇലക്ഷൻ ഇനി ഏതായാലും സ്കോപ്പ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പീരുമേടും ഒരു ബൈ ഇലക്ഷൻ ഉണ്ടല്ലോ. പക്ഷേ കാലാവധി അവസാനിക്കാൻ ഒരു കൊല്ലം പോലും ഇല്ല. ചിലർക്ക് ലോക്കൽ ബോഡി ഇലക്ഷൻ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഒരു ബൈ ഇലക്ഷൻ ഇപ്പോൾ അനാവശ്യമാണ് എന്നുള്ള ചിന്താഗതിയാണ് മൊത്തത്തിൽ കേരളത്തിലുള്ളത്. ഞാൻ പറയുന്നത് അതല്ല, എങ്ങനെ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിയും? ഇതുപോലത്തെ വിഷയങ്ങൾ എങ്ങനെയാണ് നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയുക? ആരെവിടെയൊക്കെ മതിലിയാടുന്നു ആർക്കറിയാം? പാർട്ടി ഒരു നയം സ്വീകരിക്കും. ഞങ്ങൾ ഒരിക്കലും ഇപ്പൊ നിലവിൽ നിയമസഭയിലുള്ള ചിലരുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇനിയിപ്പോൾ അത് മാറ്റി നിർത്തുന്നില്ല. അപ്പോൾ മുകേഷ് രാജിവെച്ചിട്ടില്ല, ശരിയാണ്. പക്ഷെ ഈ ഒരു വിഷയം പുറത്തു വന്ന സാഹചര്യത്തിൽ, ശബ്ദരേഖ പുറത്തു വന്ന സാഹചര്യത്തിൽ പ്രശ്നം ഗൗരവമുള്ളതാണ്.